നമസ്കാരം, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അശോകൻ. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തായ രഞ്ജിത്ത് ഭായിയുടെ വീട്ടിലാണ്. നമ്മുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂരാണ്. പലരും പറയുന്ന ആട് വളർത്തൽ നഷ്ടമാണെന്നാണല്ലോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ ആട് വളർത്തൽ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആട് നമ്മൾ ഒരുപാട് പോയി മോഹത്തിലൊക്കെ പോയി ആൾക്കാർ പോയി ആടുകളെ എടുക്കുന്നു, അത് നഷ്ടത്തിൽ കലാശിക്കും. പിന്നെ ഈ കൂടിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒരുപാട് പൈസ ചിലവഴിക്കുന്നു. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഇതിൽ കാണുമ്പോഴത്തേക്ക് ഉടനെ അതുപോലെ തന്നെ നമുക്ക് ഒറ്റടിക്ക് തന്നെ എടുത്ത് ചാടാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നു. അത് പതിയെ സാവകാശം നമുക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് കൂടിലോട്ട് മുടക്കുകയും മറ്റു കാര്യങ്ങളിലോട്ട് മുടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നേറാൻ പറ്റും. പിന്നെ ഇപ്പോൾ ചില എനിക്ക് ഇതിലും പറയുന്നത് കേൾക്കാൻ നമുക്ക് മലബാറി ആടുകളെടുത്ത് വളർത്തുന്നത്. മലബാറി ആടുകൾ മാത്രമല്ല, ക്രോസ് ബ്രീഡ് ആടുകളും കൂടി തുടക്കക്കാർ വളർത്തുന്നത് നല്ലതാണ്. അതുപോലെ എടുക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ആദ്യം തുടക്കക്കാരെടുക്കുമ്പോഴത്തേക്കും ഒരു ചനയാട് അല്ലെങ്കിൽ പ്രസവിച്ച് 2 കുട്ടിയായിട്ടുള്ള ആടുകളെടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് സെയിലുണ്ടെങ്കിൽ കൂടി കൂടുതൽ ആൾക്കാരും കുട്ടികൾക്കാണ്. ഇപ്പോൾ റേറ്റ് കുറവ് വരുമെന്ന് ഓർത്തുകൊണ്ട് കുട്ടികൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ വരുന്നത്. പക്ഷേ ഈ കുട്ടികളെ എടുത്ത് തുടക്കക്കാർ വളർത്തി കഴിഞ്ഞാൽ ഒരു 3 മാസമുള്ള കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 7 മാസം വളർത്തി, അതിനുശേഷം ഒരു 5 മാസം കൂടി അത് ക്രോസിങ് ആയി കഴിഞ്ഞാലും ആണെങ്കിലും ഒരു 5 മാസം കൂടി. അപ്പോൾ ഒരു വർഷത്തിൽ മുതൽ 1.5 വർഷം അടുത്ത് നമുക്ക് ടൈം പോയി. അതിൽ ഞാൻ നോക്കിയിട്ട് നല്ലത് കുട്ടിയും തള്ളയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വരുമാനമായിരിക്കും. അതിൻ്റെ കൂടെ കുട്ടികളെയും കൂടി എടുത്ത് സൈഡായിട്ട് വളർത്തി പോവുക. 3-4 മാസം പ്രായമുള്ള മുട്ടൻകുട്ടികളെ എടുത്ത് നമ്മൾ കുറഞ്ഞ ചിലവിൽ, അതായത് ഒരുപാട് പൈസ മുടക്കാണ്ട് നമ്മൾ സപ്ലിമെൻറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട്, സപ്ലിമെൻ്റൊന്നും മേടിച്ച് കൊടുത്ത് പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടിൽ റേഷനരി കിട്ടും, റേഷനരിയും പിന്നെ ഈ പുളിയരി അതുപോലുള്ള സാധനങ്ങൾ ഗോതമ്പും കുറച്ച് വാങ്ങി അത് ആയിട്ട് ഒരു നേരം കൈതീറ്റ കൊടുത്തുകൊണ്ട് നമ്മൾ വളർത്തി. ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് എനിക്കത് ലാഭകരമായിട്ടാണ് തോന്നിയത്. പക്ഷേ അത് വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കച്ചവടം ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ കൂടി അത് നമ്മളൊരു കച്ചവടക്കാരിലായിട്ട് അത് ഏൽപ്പിക്കാണ്ട് നമുക്ക് ഈ പെരുന്നാളും കാര്യങ്ങളും വരാൻ നേരത്ത് നമ്മൾ നേരിട്ട് പെരുന്നാളിനൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് നേരിട്ട് സെയിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മെച്ചം അതിൻ്റെ അകത്തുനിന്നുണ്ടാവും. പിന്നെ ഈ അറവുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആടുകൾക്ക് മൊത്തം കാണുന്ന എല്ലാ അപകടങ്ങളും ആയിരിക്കും. ഇപ്പം ഈ അറവുകാർ തന്നെ നാട്ടിലുണ്ടാക്കിയൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആട് കഴുത്ത് തിരിക്കുന്ന ഒരു സംഭവം. ഇത് അറവുകാരുടെ നിന്ന് വന്നൊരു ഇതാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടിൽ നിൽക്കുന്ന ആടുകൾ കഴുത്ത് തിരിക്കുന്ന ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, എങ്കിൽ കൂടി ചില ആടുകൾ കഴുത്ത് തിരിക്കുന്നുണ്ടാവും. ചിലവർ നമ്മളെ ഇപ്പോൾ ഈ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, കഴുത്ത് തിരിക്കുമോ ആടെന്ന് ചോദിക്കും. കഴുത്ത് തിരിക്കുന്ന ഒരു അപാകതയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ കഴുത്ത് തിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ആട് കഴുത്ത് തിരിക്കുന്ന വളർത്തുന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതെ. പക്ഷെ അത് കഴുത്ത് തിരിക്കുന്ന ആടിനെ വീട്ടിൽ നിർത്തിയ ദോഷമാണെന്ന് വരെ പറയുന്നവരുണ്ട്. ഈ കച്ചവടക്കാർ അടിച്ചിറക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇത് നല്ല ആടായിരിക്കും, അത് അവർ ചെറിയ വിലക്ക് അത് വിറ്റ് കളയുകയും ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ ആടുകളെ സംരക്ഷിച്ച് നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ ഉണ്ടാകുന്ന പുല്ലും അതുപോലെ ഇലകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് കെട്ടിയൊക്കെ ഇട്ട് കൊടുക്കണം. പ്ലാവല മാത്രം ആടിനെ വളർത്തിയിട്ട് കാര്യമില്ല. നമ്മൾ പച്ചിലകളൊക്കെ കെട്ടി കൊടുക്കുക. നമ്മുടെ പറമ്പിലൊക്കെയുള്ള വള്ളി പുല്ല് എല്ലാ സാധനങ്ങളും. ഇപ്പം എല്ലാവർക്കും CO3 അതൊന്നും വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കുറഞ്ഞ സ്ഥലം, ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും പുല്ല് വെച്ച് പിടിപ്പിച്ചൊന്നും ആട് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളപ്പം നമ്മുടെ പറമ്പുകളിലും നാട്ടിലും റോഡിൻ്റെ സൈഡിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെട്ടി ഇതിങ്ങൾക്ക് കൊടുക്കുക. കൂടുതലും കൈത്തീറ്റ ഒഴിവാക്കിക്കൊണ്ട് കൈത്തീറ്റ ഒരു നേരമാക്കി തന്നെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആട് വളർത്ത് വിജയിക്കാനായിട്ടൊക്കെ നല്ല രീതിയിൽ നടക്കും. പിന്നെ കറക്റ്റ് ടൈമിന് മരുന്ന് മാത്രം നമ്മൾ മേടിച്ച് കൊടുക്കുക. പിന്നെ സ്വയം ചികിത്സ നമ്മൾ കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത്. സ്വയം ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നമ്മുടെ അവിടെയുള്ള ഒരു മൃഗാശുപത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം. ഇപ്പം ഞാൻ ആട് വളർത്ത് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി, എങ്കിൽ കൂടി ഞാൻ സ്വയം ചികിത്സ ചെയ്യാറില്ല. ഞാൻ എന്ത് ചെറിയ അസുഖമാണെങ്കിലും ശരി, ഞാൻ ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ ആടിന് മരുന്ന് കൊടുക്കാറുള്ളൂ. വിരക്ക് മരുന്ന് കൊടുക്കുമ്പോൾ പോലും നമ്മളത് ഡോക്ടറോട് ഉള്ള ഇത് വാങ്ങിയിട്ട് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് ആരോടെയും ഇപ്പോൾ നമ്മുടെ കർഷകരോട് വിളിച്ച് ചോദിച്ച് അവരുടെ ഇതിലുള്ള ആ ഒരു ഇതിലൊന്നും നമ്മൾ പോകത്തില്ല.
പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ആട് എടുക്കുമ്പോഴത്തേക്കും ഞാൻ കഴിവതും ആടുകൾ ഇപ്പോൾ സെയിലിനാണ് എടുക്കണമെങ്കിൽ കൂടി നമുക്ക് കൂടുതൽ സെയിലാണ് നടക്കുന്നത് എങ്കിൽ കൂടിയും നമ്മൾ സെയിലിന് എടുക്കുമ്പോഴും നമ്മൾ നേരിട്ട് പോയി തന്നെ ഞാൻ ആടിനെ കണ്ടു തന്നെ എടുക്കാറുള്ളൂ. നമ്മൾ അസുഖങ്ങളുണ്ടോ മറ്റു വിഷയങ്ങളുണ്ടോ എന്നൊക്കെ നേരിട്ട് നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമേ എടുക്കാറുള്ളൂ. കാരണം ഒരു ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ ചിലപ്പോൾ ഒരു ആടിനെ വാങ്ങുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് കഴിവതും ഇതുവരെ വാങ്ങിയൊരു കുഴപ്പമായിട്ടുള്ളൊരിത് എൻ്റെ അടുത്തൊരു കംപ്ലയിൻ്റ് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ചില ആൾക്കാർ നമ്മളെ ഡൗൺ ആക്കാൻ വേണ്ടി ഇങ്ങനെ കംപ്ലയിൻറ്റുകൾ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. ഇപ്പം ഇവനെ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഇപ്പോൾ ഒരു മത്സര ബുദ്ധി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. കർഷകർക്കിടയിൽ ഈ ഒരു സഹകരണ മനോഭാവം അല്ലാണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക അസൂയക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഈ പല ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് കൊണ്ടൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ചില ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. നമ്മളോട് മേടിച്ച ആൾക്കാർ തന്നെ നമ്മളപ്പം തന്നെ വിളിക്കും. അവർ ഗ്രൂപ്പിൽ കയറി സംസാരിക്കണം, ഞങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പലർക്കും ഇത് വിൽക്കുമ്പോൾ വില കിട്ടുന്നില്ല അങ്ങനെ പറയാറുണ്ട് ആടിന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വിൽക്കുമ്പോൾ വില കിട്ടായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല, അറവുകാർക്ക് കഴിവതും ആടുകളെ കൊടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം അറവുകാർക്ക് ഒരു പരിധിവരെ കൊടുക്കാതിരിക്കാൻ ഇപ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അറവുകാരിൽ നിന്ന് വില കിട്ടും. ഇപ്പോൾ കിട്ടാത്ത പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് അന്യസംസ്ഥാന ആടുകൾ ഇവിടെ വന്ന് അവർക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ആൾക്കാരെടുക്കുന്ന ഇവർ ചവിട്ടി താത്തി മേടിക്കും. ഇവർക്ക് ഈ പുറത്തുനിന്ന് വരുന്ന ആടുകളെ അറക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ അല്ല നമ്മുടെ നാടൻ ആടുകളെ അറക്കുമ്പോൾ നേരത്ത് കിട്ടുന്ന അവർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റത് വില കുറച്ച് കിട്ടുന്നെങ്കിലും അത് ആ ഇറച്ചിയുടെ പ്രത്യേകത മനസ്സിലാവും. ഇപ്പോൾ പുറത്തോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇറച്ചിക്ക് റേറ്റ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്, കർഷകർക്ക് റേറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ച് ആരെങ്കിലും വന്ന് ആടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളിച്ച് അവരെ കൂട്ടിക്കയറ്റി കാണിച്ച് ആടിനെ കൊടുക്കും. നേരെ മറിച്ച് നമ്മൾ ആടിനെ നിർത്തി വളർത്തി ആവശ്യക്കാർ വരാൻ നേരത്ത് നല്ല രീതിയിലുള്ള വില കിട്ടിയാൽ മാത്രം ആടിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അത്യാവശ്യം വരുമ്പോഴാണ്, എല്ലാവരും അത്യാവശ്യം വരുമ്പോഴേ നിങ്ങളെ കൊടുത്തു പോകുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ മറ്റുള്ള കർഷകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കർഷകർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിർത്തി ഇപ്പോൾ വളർത്തി വലുതാക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കച്ചവടക്കാർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല ഞാനൊരു കച്ചവടക്കാരനാണ്. എങ്കിലും നമ്മളൊരു വീട്ടിൽ ചെന്ന് ന്യായമായിട്ട് ഉള്ള വില കൊടുത്ത് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വില കൂടുതൽ ചോദിക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഞാൻ ആടിനെ നോക്കാൻ ചെല്ലുമ്പോൾ ആട് വില കൂടുതലാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ആടിന് ഇടിച്ചു താത്തി വില പറഞ്ഞിട്ട് പോകാറില്ല, പിന്നെ വില കയറ്റി വെച്ചിട്ട് പോകാറില്ല. എനിക്ക് ആ ആട് അവർ പറയുന്ന വിലയൊക്കെ ഉണ്ട്, അത് യോജിക്കുന്നുണ്ടെങ്കിൽ വില പറഞ്ഞ് നമ്മൾ അപ്പം തന്നെ ആടിനെ എടുത്ത് പോകാം. അല്ലാണ്ട് ആടിന് വിലക്ക് അഡ്വാൻസും കൊടുത്ത് അവിടെ നിർത്തിയിട്ട് ഞാൻ പോകാറില്ല. ആട് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വില കൊടുത്തെടുത്തിട്ട് പോകും. പിന്നെ അത് ന്യായമാണെങ്കിൽ മാത്രം. ഇപ്പോൾ ചില ആൾക്കാർ ആടിന് വില കയറ്റി വെച്ചിട്ട് പോകും. ഇപ്പോൾ നമ്മുടെ കർഷകർക്കിടയിൽ തന്നെ വലിയ വമ്പന്മാരുണ്ട്. ഇവർ ഇപ്പം 1,00,000 രൂപ 90,000 രൂപയൊക്കെ പറഞ്ഞ് ആടിടും. ഇത് കണ്ടുകൊണ്ട് സാധാരണക്കാരും വില പറയും. അപ്പം കച്ചവടം നടക്കത്തില്ല. അവസാനം ആ ആട് നിന്ന് പോയിട്ടാണ് അവസാനം ചെറിയ വിലക്ക് ആട് കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ ന്യായമായൊരു വില ചോദിക്കുകയാണെങ്കിൽ ആട് കച്ചവടമാവും. എനിക്കിപ്പോൾ ഇവിടെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ആഴ്ചയിൽ ഒരു 2-3 ആട്, കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 2-3 ആടിൻ്റെ കച്ചവടം എനിക്ക് ആഴ്ചയിൽ നടന്നു പോകുന്നുണ്ട്. ഞാൻ ഒരു 500 രൂപ 1000 രൂപ ഉള്ള ലാഭമാണ് ഞാൻ എടുക്കാറുള്ളത്. 1000 രൂപ ലാഭം എടുത്തിട്ട് ഞാനിടും. ആ ഒരു രീതിയിൽ എനിക്ക് സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരാൾക്കാണെങ്കിലും നാളെ വിൽക്കാനാണെങ്കിലും നമ്മൾ സഹായിക്കും, നമ്മൾ തിരിച്ചെടുത്ത്. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത ആടിന് വരെ ഞാൻ തിരിച്ചെടുത്തിട്ട് പോന്നിട്ട് ഇവിടെ വിറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ആട് ബൾക്കായിട്ട് കൂടുതലായിട്ട് ആട് കൊടുക്കാനുള്ളപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത്രയും സാമ്പത്തികം എടുക്കാനില്ല. അപ്പോൾ നമ്മൾ അവരുമായിട്ടൊരു കാരണപ്പുറത്ത് നിന്നുകൊണ്ട് അവരുടെ ആടുകളെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പലവരുടെയും ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പലരുടെയും ആടുകളെ ഞാനിവിടെ എടുത്തുകൊണ്ട് വന്ന് നിർത്തി വിറ്റിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. കാരണം അതൊരു വിശ്വാസപ്രകാരം തരുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആടിനെ നമുക്ക് ക്രെഡിറ്റായിട്ട് തന്നു വിടുമ്പോഴത്തേക്കും അവർക്കും ഒരു മെച്ചപ്പെട്ട ഒരു രീതിയിൽ പൈസ കൊടുത്തുകൊണ്ടേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം നമ്മുടെ കൈമുടക്കില്ലാണ്ട് നമ്മൾ എടുത്തുകൊണ്ട് പോരുന്ന മുതലാണ്. അങ്ങനെയുള്ള ആടുകളെ ഞാനൊരു 500 രൂപ ലാഭത്തിൽ ഒക്കെ കൊടുക്കാറുള്ളൂ. അത് മൊത്തത്തിലൊരു റേറ്റ് ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു ലാഭം എടുക്കാറുള്ളൂ. എന്നിട്ട് ആടുകളെ ഞാൻ വിറ്റവർക്ക് പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആടുകൾ ഇവിടെ വന്ന് പോകാറുണ്ട്. രഞ്ജിത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്